ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ധരംശാലയിലെ ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ മികച്ചൊരു വിജയത്തോടെ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കി പഞ്ചാബ് കിങ്സ്. ലക്നൗ സൂപ്പർ ജയൻസിനെ 37 റൺസിന് തീർത്തും ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് പഞ്ചാബ് കിങ്സ് പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടെ പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തെത്താനും പഞ്ചാബ് കിങ്സിനായി. മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നേടിയ ലക്നൗ സൂപ്പർ ജയൻസ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. പഞ്ചാബ് കിങ്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എപ്പോഴും എടുത്തു പറയുന്ന ഒന്നാണ് അവരുടെ ടോപ്പ് ഓർഡറിന്റെ ആ ഒരു ബാറ്റിംഗ് പെർഫോമൻസസ്. എന്നാൽ ഈ മത്സരത്തിൽ ആദ്യ ബാറ്റിംഗിന് ഇറങ്ങിയ പഞ്ചാബ് കിങ്സിന് ആശിച്ചൊരു തുടക്കമല്ല കിട്ടിയത്. അവരുടെ മികച്ച ഫോമിലുള്ള പ്രിയാൻ ഷാരിയ ഇന്നലെ 1 റൺസ് മാത്രം എടുത്ത് പുറത്തായി. ആദ്യ ഓവറിൽ തന്നെ ആ ഒരു വിക്കറ്റ് വീണെങ്കിലും പഞ്ചാബ് കിങ്സ് തളർന്നില്ല. സാധാരണയായി 1 ഡൗണായി എത്താറുള്ളത് ശ്രേയസ് അയ്യരാണ്. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ ജോഷ് ഇംഗ്ലിസിനെ അവർ 1 ഡൗൺ ആയിട്ട് പ്രൊമോട്ട് ചെയ്തു. അതോടെ വിക്കറ്റ് വീണെങ്കിലും ജോഷ് ഇംഗ്ലിസും പ്രഭ്സിമ്രാൻ സിംഗും ചേർന്ന് വളരെ മികച്ച രീതിയിൽ ആ പവർ പ്ലേ മുന്നോട്ട് കൊണ്ടുപോയി. LSGയുടെ പ്രധാന ബൗളറായ മയങ്ക് യാദവിനെ തുടർച്ചയായ 3 സിക്സറുകളാണ് ജോഷ് ഇംഗ്ലിസ് അടിച്ചത്. അതോടെ പവർ പ്ലേ ഫേസിൽ 66 റൺസ് സ്കോർ ചെയ്യാൻ പഞ്ചാബ് കിങ്സിനായി. ജോഷ് ഇംഗ്ലിസിന്റെ വിക്കറ്റ് കൂടി അവർക്ക് ആ ഒരു ഫേസിൽ നഷ്ടപ്പെട്ടെങ്കിലും 14 മുതൽ 30 റൺസുമായിട്ട് ആ ഒരു ഫാസ്റ്റ് ആയിട്ട് അവർക്ക് നൽകിയിട്ടാണ് ഇംഗ്ലിസ് തിരികെ പോയത്. ഇംഗ്ലിസിന്റെ വിക്കറ്റും പ്രിയാൻ ഷാരിയുടെ വിക്കറ്റും കിട്ടിയത് ആകാശ് സിംഗിനാണ്. 2 വിക്കറ്റ് പോയെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ പവർ പ്ലേയിൽ 66 റൺസ് സ്കോർ ചെയ്യാൻ അവർക്കായി. ഞാൻ ഈ പവർ പ്ലേ സ്കോർ എടുത്തു പറയാൻ കാരണം ഈ മത്സരത്തിലെ പ്രധാന ഒരു ഡിഫറൻസ് ഈ ഒരു പവർ പ്ലേ സ്റ്റേജിലാണ് വന്നത്. പഞ്ചാബ് 66 റൺസ് സ്കോർ ചെയ്ത സ്ഥാനത്ത് LSGക്ക് വെറും 38 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. അവർക്ക് 3 വിക്കറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. അത് നമ്മൾ LSGയുടെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ പറയാം. അപ്പോൾ അങ്ങനെ നല്ലൊരു പവർ പ്ലേ കിട്ടി. പിന്നെ മിഡിൽ ഓവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എക്സലന്റ് ഫേസ് ആയിരുന്നു അത്. അവിടെ 95 റൺസാണ് പഞ്ചാബ് കിങ്സ് സ്കോർ ചെയ്തത്. ഇവിടെ പ്രഭ്സിമ്രാൻ ആയാലും ശ്രേയസ് അയ്യർ ആയാലും വളരെ നല്ല രീതിയിലാണ് LSG ബൗളേഴ്സിനെ അറ്റാക്ക് ചെയ്തത്. 10.5 എന്നുള്ളൊരു റൺ റേറ്റിലാണ് പഞ്ചാബ് കിങ്സ് ഈ ഒരു ഫേസിൽ സ്കോർ ചെയ്തത്. ഇപ്പോൾ പവർ പ്ലേയിൽ കിട്ടിയ ആ ഒരു പോസിറ്റീവ് തുടക്കം പിന്നീട് ആ ഒരു മിഡിൽ ഫേസിലും നിലനിർത്താൻ അവർക്കായി. ശ്രേയസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 25 മുതൽ 45 റൺസാണ് സ്കോർ ചെയ്തത്. പിന്നീട് നെഹാൽ വധേര വന്നു. നെഹാൽ വധേര ഒരു ഷോർട്ട് ഇന്നിംഗ്സ് ആണ് കളിച്ചത്. 9 മുതൽ 16 റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിലും ആ റൺ റേറ്റ് കുറയാതെ നോക്കാൻ നമ്മുടെ നെഹാൽ വധേരയ്ക്കുമായി. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സെഞ്ചുറി ഡിസേർവ് ചെയ്ത പലരും 90s പുറത്താവുന്നത് നമ്മൾ കണ്ടതാണ്. RCB CSK മത്സരത്തിൽ ആയുഷ് മാത്രേ, അതുപോലെ KKR മത്സരത്തിൽ റിയാൻ പരാഗ്, പിന്നെ ഈ മത്സരത്തിൽ പ്രഭ്സിമ്രാൻ സിംഗ്, ഇവരെല്ലാം അവർ 90s പുറത്തായത്. ഇവർക്കൊന്നും 100 ആ ഒരു 3 ഡിജിറ്റ് മാർക്ക് ക്രോസ് ചെയ്യാൻ കഴിഞ്ഞില്ല. 48 പന്തിൽ 6 4ഉം 7 6ഉം അടക്കം 91 റൺസാണ് പ്രഭ്സിമ്രാൻ സ്കോർ ചെയ്ത്. പ്രഭ്സിമ്രാന് വിക്കറ്റ് കിട്ടിയത് ദിഗ്വേഷ് ഷതിക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശശാങ്ക് സിംഗും മാർക്കസ് സ്റ്റോയിനിസും വന്നിട്ട് അവർക്ക് നല്ലൊരു ഫിനിഷിംഗ് നൽകി. ആ ഒരു ഫൈനൽ ഫേസിൽ അവരെടുത്തത് 75 റൺസാണ്. ഈ ഫേസിൽ അവരുടെ റൺ റേറ്റ് നോക്കിയാൽ 15 റൺസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു പവർ പ്ലേ മിഡിൽ ഓവേഴ്സ് ഈ 2 ഫേസിലും 10 മുകളിൽ സ്കോർ ചെയ്ത് അവർ ആ ഒരു ഫേസിൽ 15 റൺസ് എന്ന നിലയിൽ എടുത്തതോടെ 236 എന്നൊരു ഹൈ സ്കോർ, ഒരു മാസീവ് സ്കോർ പോസ്റ്റ് ചെയ്യാൻ നമ്മുടെ പഞ്ചാബ് കിങ്സിനായി. ഈ മത്സരത്തിന്റെ പ്രിവ്യൂ വീഡിയോയിൽ പഞ്ചാബ് കിങ്സിന്റെ മിഡിൽ ഓർഡർ സ്ട്രഗിൾ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു. പഞ്ചാബ് കിങ്സിന്റെ മിഡിൽ ഓർഡർ വേസ്റ്റ് ആണെന്ന് ആദ്യമായിട്ട് കേൾക്കുകയാണെന്നുള്ളൊരു കമന്റും ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിരുന്നു. ഞാൻ ഇന്നലെ ആ വീഡിയോയിൽ ആ കാര്യം സൂചിപ്പിച്ചത് അവരുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ്. ഇന്നലത്തെ മത്സരം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സീസണിൽ സെക്കൻഡ് ലോവസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് ഉള്ള മിഡിൽ ഓർഡർ പഞ്ചാബ് കിങ്സ് ആണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രിയാൻ ഷാരി ആയാലും പ്രഭ്സിമ്രാൻ സിംഗ് ആയാലും ശ്രേയസ് അയ്യർ ആയാലും ഓൾമോസ്റ്റ് ഒരു 200 അല്ലെങ്കിൽ 200+ സ്ട്രൈക്ക് റേറ്റിലാണ് മിക്ക മത്സരങ്ങളിലും സ്കോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മിഡിൽ ഓർഡർ കുറച്ച് ലോ സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിലും അവരുടെ ഒരു ടോട്ടലിനെ അഫക്റ്റ് ചെയ്യാതെ പോകുന്നത്. അപ്പോൾ ഒരു സ്റ്റാറ്റ് വെച്ചിട്ടാണ് ഇന്നലെ ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചത്. അതിനർത്ഥം പഞ്ചാബ് മിഡിൽ ഓർഡർ വേസ്റ്റ് ആണെന്നല്ല, പക്ഷേ ഈ സീസണിലെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ ലോ ആണെന്നുള്ളതാണ്. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ ആ ഒരു ഡ്രോബാക്ക് സോൾവ് ചെയ്യാൻ അവർക്കായി. ഇപ്പോൾ ശശാങ്ക് സിംഗിന്റെ ഇന്നിംഗ്സ് നോക്കിയാൽ 15 മുതൽ 33, അതുപോലെ മാർക്കസ് സ്റ്റോയിനിസ് 5 മുതൽ 15, നെഹാൽ വധേര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 മുതൽ 16, ഇവരെല്ലാം നല്ല സ്ട്രൈക്ക് റേറ്റിലാണ് സ്കോർ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫൈനൽ ഫേസിൽ 75 റൺസ് എടുത്തിട്ട് ആ ഒരു മികച്ച എൻഡിങ് അവർക്ക് ലഭിച്ചത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും 236 റൺസ് എടുത്തു. ഈ ഒരു സ്കോർ എന്ന് പറയുന്നത് ചേസ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്കോറാണ്. ധരംശാലയിലെ പിച്ച് എന്ന് പറയുന്നത് ബാറ്റിങ്ങിനെ സ്യൂട്ട് ചെയ്യുന്ന ഒരു പിച്ച് ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഹൈ സ്കോർ വരുമ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം ആദ്യ പന്ത് മുതലേ തന്നെ ചേസ് ചെയ്യുന്ന ബാറ്റേഴ്സിന് പ്രഷറാണ്. ഇൻ കേസ് ഇനി എത്ര നന്നായിട്ട് കളിച്ചു വന്നാലും ഇടയ്ക്ക് ഒരു 1-2 ഓവറുകൾ ക്വയറ്റ് ഓവേഴ്സ് വന്നു കഴിഞ്ഞാൽ ആസ്കിംഗ് റേറ്റ് ഒറ്റയടിക്ക് 13, 14, 15 റേഞ്ചുകളിലൊക്കെ പോകും. അപ്പോൾ ആ ഒരു പ്രഷർ സോക്കിൻ ചെയ്തിട്ട് ആ ഒരു ആസ്കിംഗ് റേറ്റ് നിലനിർത്തി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇനി നമ്മുടെ LSGയുടെ ചേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പവർ പ്ലേയിൽ തന്നെ സ്ട്രഗിൾ ചെയ്തു. ഈ സീസണിൽ അവരുടെ അറൌണ്ട് 63% റൺസ് സ്കോർ ചെയ്തവരുടെ ടോപ്പ് 3 ആണ് മിച്ചൽ മാർഷ്, എയ്ഡൻ മാർക്രം, നിക്കോളാസ് പുറാൻ. ഈ 3 പേരും ഈ മത്സരത്തിൽ ഫെയിലായി. ഇവരുടെ വിക്കറ്റുകളെല്ലാം സ്വന്തമാക്കിയത് അർഷദീപ് സിംഗ് ആണ്. അർഷദീപ് ഒരു മികച്ച ഓപ്പണിംഗ് സ്പെല്ലാണ് എറിഞ്ഞത്. മാർഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ 5 മുതൽ 0, മാർക്രം 10 മുതൽ 13, അതുപോലെ നിക്കോളാസ് പുറാൻ 5 മുതൽ 6. പുറാന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മാച്ച് പ്രിവ്യൂവിൽ തന്നെ പറഞ്ഞു. ആദ്യ ഒരു 4-5 മത്സരങ്ങൾ ഒരു 200+ സ്ട്രൈക്ക് റേറ്റിൽ അത്രയും ഒരു ഹെവി ആയിട്ട് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള രീതിയിൽ കളിച്ചിട്ട് ഇപ്പോൾ അവസാന 5 മത്സരങ്ങളിൽ നിക്കോളാസ് പുറാൻ ഫെയിലായി. ഈ ഫെയിലായ 5 മത്സരങ്ങളിൽ 4 മത്സരങ്ങളും LSG തോൽക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഋഷഭ് പന്തിന്റെ മോശം ഫോമും ഇവരെ ഒരു തരത്തിൽ എയ്ഡ് ചെയ്യുന്നില്ല. ഇന്നലെയും പന്ത് ഫെയിലായി. 17 മുതൽ 18 റൺസാണ് എടുത്തത്.
ഒരു ബൗണ്ടറി അടിക്കാനുള്ള ശ്രമത്തിൽ കയ്യിൽ നിന്ന് ബാറ്റും പോയി ബോൾ ആണെങ്കിൽ ഫീൽഡറിന്റെ കയ്യിൽ എത്തുകയും ചെയ്തു. ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഋഷഭ് പന്ത് പുറത്താവുന്നത്. നമ്മൾ ആ പവർ പ്ലേ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് 38 റൺസ് മാത്രമാണ് ഞാനിപ്പോൾ വീഡിയോയുടെ തുടക്കം സൂചിപ്പിച്ചതുപോലെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. 3 വിക്കറ്റുകൾ നഷ്ടമായി. അവിടെ തന്നെ ഈ ടീംസ് തമ്മിൽ വലിയൊരു ഗ്യാപ്പ് വരികയും ആ റിക്വയർഡ് റേറ്റ് എന്ന് പറയുന്നത് എത്തിപ്പിടിക്കാവുന്നതിലും കുറച്ച് മുകളിലായി പോവുകയും ചെയ്തു. എങ്കിലും ഇവർ വലിയൊരു തോൽവി, അതായത് ഒരു ഹെവി ഡിഫീറ്റ് ഏറ്റുവാങ്ങാതിരിക്കാൻ കാരണമായത് ആയുഷ് ബദോണിയും അതുപോലെ തന്നെ അബ്ദുൾ സമദും നടത്തിയ ഒരു ചെറുത്തുനിൽപ്പാണ്. ബദോണി ഒരു എക്സലന്റ് ഇന്നിംഗ്സ് ആണ് കളിച്ചത്, 40 പന്തിൽ 74. അതുപോലെ തന്നെ അബ്ദുൾ സമദ് 24 പന്തിൽ 45. അപ്പോൾ ഇവരുടെ ഈ 2 പേരുടെ ആ ഒരു നല്ല പാർട്ണർഷിപ്പ് വന്നതോടെ മിഡിൽ ഫേസിൽ നന്നായിട്ട് ഇവർ സ്കോർ ചെയ്തു. ആ ഒരു ഫേസിൽ 9 ഓവറിൽ 105 റൺസാണ് നമ്മുടെ LSG സ്കോർ ചെയ്തത്. 11.6 അവരുടെ ഒരു റൺ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു നല്ലൊരു ഫേസ്, വളരെ മികച്ചൊരു മിഡിൽ ഫേസ് വന്നിട്ടും പവർ പ്ലേയിൽ സ്ട്രഗിൾ ചെയ്തത് കാരണം നമ്മുടെ പഞ്ചാബ് കിങ്സിന്റെ സ്കോറുമായിട്ട് മാച്ച് ചെയ്യാൻ കഴിയാതെ പോയി. പിന്നീട് ഡെത്ത് ഓവേഴ്സ് വന്നപ്പോഴേക്കും ആ ഒരു ഫേസിൽ 56 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഡെത്ത് ഓവേഴ്സ് ഫേസിലും അതുപോലെ തന്നെ പവർ പ്ലേയിലും പഞ്ചാബ് കിങ്സിന്റെ ആ ഒരു റൺ റേറ്റിനോട് മുട്ടി നിൽക്കാൻ LSGക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു മിഡിൽ ഫേസ് കിട്ടിയിട്ടും ഇവർ തോറ്റുപോയത്. പിന്നീട് ആയുഷ് ബദറുടെയും സമദിന്റെയൊക്കെ വിക്കറ്റ് പോയി. ഒടുവിൽ 20 ഓവറിൽ 199 റൺസാണ് LSG എടുത്തത്. മത്സരത്തിൽ 37 റൺസിന് അവർ തോൽക്കുകയും ചെയ്തു. നമ്മൾ പഞ്ചാബ് കിങ്സിന്റെ ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ അർഷദീപ് സിംഗ് തന്നെയാണ് പിക്ക് ഓഫ് ദ ബോളേഴ്സ്. 4 ഓവറിൽ 16 റൺസ് മാത്രം വഴങ്ങിയിട്ട് 3 വിക്കറ്റാണ് എടുത്തത്. ആസ്കിംഗ് റേറ്റ് അറൌണ്ട് 12 ഉള്ള മത്സരത്തിലാണ് വെറും 4 റൺസ് എന്ന ഇക്കോണമി റേറ്റിൽ അർഷദീപ് എറിഞ്ഞു മാറിയത്. അതുപോലെ ഒമർ സായിക്ക് 2 വിക്കറ്റ് കിട്ടി, മാർക്ക് യാൻസിന് 1 വിക്കറ്റ് കിട്ടി. ചഹൽ എക്സ്പെൻസീവ് ആയിരുന്നു, 4 ഓവർ 50 റൺസ് കൊടുത്തു, 1 വിക്കറ്റ് കിട്ടി. പിന്നീട് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന വിജയകുമാർ വൈശാഖിനെയാണ് അവർ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തത്. 3 ഓവറിൽ 49 റൺസ് കൊടുത്തു. അതുപോലെ മാർക്കസ് സ്റ്റോയിനിസ് എക്സ്പെൻസീവ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പിക്ക് ഓഫ് ദ ബോളേഴ്സ് അർഷദീപ് ആണ്. പ്രഭ്സിമ്രാൻ സിംഗ് ആണ് മാൻ ഓഫ് ദ മാച്ച്. വെൽ ഡിസേർവ്ഡ് ആണ്, കാരണം വളരെ മികച്ചൊരു ഇന്നിംഗ്സ് ആയിരുന്നു, സെഞ്ചുറി ഡിസേർവ് ചെയ്തൊരു ഇന്നിംഗ്സ് ആയിരുന്നു. അതുപോലെ ബോളേഴ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അർഷദീപ് സിംഗിന് കൊടുത്താലും തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ മത്സരത്തിലെ വിജയത്തോടെ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്ത് തന്നെ പഞ്ചാബിനായി. 11 മത്സരങ്ങളിൽ നിന്ന് 15 പോയിന്റാണ് അവർക്കുള്ളത്. ഇനി 3 മത്സരങ്ങളാണ് അവർക്കുള്ളത്. തീർച്ചയായിട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് അവർ. LSGയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ച് സങ്കീർണമായിരിക്കുകയാണ്. 11 മത്സരങ്ങളിൽ നിന്ന് വെറും 5 വിജയങ്ങൾ മാത്രമാണ് അവർക്കുള്ളത്. പോയിന്റ് ടേബിളിൽ 7ാം സ്ഥാനത്തേക്ക് അവർ സ്ലിപ്പായി. ഈ സീസണിൽ വളരെ മികച്ചൊരു തുടക്കമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ 4 മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടു. ഇനിയുള്ള 3 മത്സരങ്ങൾ ജയിച്ചാലും 16 പോയിന്റിൽ മാത്രമേ അവർക്ക് എത്താൻ കഴിയൂ. ആ 16 പോയിന്റ് എന്ന് പറയുന്നത് ഈ സീസണിൽ സേഫ് അല്ല. ഇനി 3 മത്സരങ്ങളാണ് LSGക്ക് ബാക്കിയുള്ളത്. ഇത് 3ഉം ജയിച്ചാലും മാക്സിമം 16 പോയിന്റിൽ മാത്രമാണ് അവർക്ക് എത്താനാവുന്നത്. ഇപ്പോൾ ഈ സീസണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ൽ കൂടുതൽ ടീമുകൾക്ക് 16 പോയിന്റിൽ വരാനുള്ള ഒരു അവസരമുണ്ട്. നീ 16 പോയിന്റ് എടുത്താലും നെറ്റ് റൺ റേറ്റിന്റെ ബേസിൽ 1-2 ടീമുകൾ പിന്തള്ളപ്പെടാനുള്ള ഒരു റെയർ ചാൻസ് ഈ സീസണിൽ കാണുന്നുണ്ട്. ഇനിയുള്ള മത്സരങ്ങൾ എന്ന് പറഞ്ഞാലും അവർക്ക് അത് ഈസി അല്ല. അടുത്ത മത്സരം അവർ കളിക്കേണ്ടത് മികച്ച ഫോമിലുള്ള RCBക്കെതിരെയാണ്. അത് കഴിഞ്ഞാൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയാണ്. അപ്പോൾ 2 ടോപ്പ് ടീമുകൾക്കെതിരെയാണ് ഇനി LSGയുടെ മത്സരം വരുന്നത്. ഈ ഫോം കൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പാടാണ്. അതുകൊണ്ട് തന്നെ LSGയുടെ ചാൻസസ് കുറച്ചുകൂടി സ്ലിം ആയെന്ന് പറയാം. ഈ മത്സരത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.